Hello students, so we have completely discussed about the heterotrophic and autotrophic substance related to nutrition, is it? Now we are going to the soil, in the condition of soil. What happens in the soil, how these plants get growth and everything. So now we are going to discuss. So you are ready with your pen and book, is it, dear students? So now today we are going to discuss about the topic, how are nutrients replenished in soil? എങ്ങനെയാണ് ന്യൂട്രീഷൻ റിപ്ലനിഷ് ചെയ്യുന്നത് സോയിലേക്ക്, എങ്ങനെയാണ് ന്യൂട്രീഷൻ സോയിലേക്ക് അവൈലബിൾ ആവുന്നത്, ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ യു ആർ റെഡി? ഓക്കെ. സോ നമ്പർ 1 ഫസ്റ്റ് ആയിട്ട് നമുക്ക് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഹൗ ആർ ന്യൂട്രിയൻസ് റിപ്ലനിഷ്ഡ് ഇൻ സോയിൽ? അങ്ങനെയല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരിക്കും? സ്പ്രെഡിങ് മാനുവർ ഓർ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫീൽഡ് അല്ലേ? അപ്പൊ നമ്പർ 1 എന്ന് നമുക്ക് എന്താ പറയാ? Spreading manure and fertilizers. Spreading manure and fertilizers in the field. Spreading manure ഉം ഫെർട്ടിലൈസറും. അപ്പൊ നമുക്കറിയാം മാനുവേഴ്സും ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും. അപ്പൊ എന്താണ് മാനുവേഴ്സ് മക്കളെ? അത് ഓർഗാനിക് ആണ്, പക്ഷെ സ്ലോ റിസൾട്ട് ആയിരിക്കും. ഗുഡ് ഫോർ മൈക്രോ ഓർഗാനിസം. പിന്നെന്താണ് ഗുഡ് ഫോർ മൈക്രോ ഓർഗാനിസം? അതേപോലെ തന്നെ ഗുഡ് ഫോർ എൻവയോൺമെന്റ്, സോയിൽ ആൻഡ് എൻവയോൺമെന്റ് അല്ലേ? ഇതാണ് മാനുവലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ക്ലിയർലേ? അതേപോലെ ഫെർട്ടിലൈസേഴ്സ് നല്ല ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, മീൻസ് നാച്ചുറലി ഉള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്കുണ്ട്. പക്ഷെ ഇൻ കേസ് ഫെർട്ടിലൈസർ ഇൻഓർഗാനിക് ആണെന്ന് പറയാം. ഫാസ്റ്റ് റിസൾട്ട് ആണ്. they may kills മൈക്രോ ഓർഗാനിസം. ക്ലിയർ അല്ലേ? ദേ മേ കിൽ മൈക്രോ ഓർഗാനിസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചൂടെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നോക്കാം. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്. ഫെർട്ടിലൈസേഴ്സും മാനുവേഴ്സും കണ്ടെയ്ൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. ഈ ഫെർട്ടിലൈസേഴ്സിലും അതേപോലെ തന്നെ മാനുവേഴ്സിലും പ്ലാന്റ് ന്യൂട്രിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ് കണ്ടെയ്ൻ പ്ലാന്റ് ന്യൂട്രിയൻസ് സച്ച് ആസ്. എന്തൊക്കെയാണ് മക്കളെ? എന്തൊക്കെയാണ് ഫെർട്ടിലൈസേഴ്സിലും ഇതൊക്കെ ഉള്ളത്? ഫെർട്ടിലൈസേഴ്സിലും മാനുവേഴ്സിലും പ്ലാന്റിലെ കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്. നൈട്രജൻ, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ്. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തിലൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. എന്തൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഒന്നുകൂടി, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആണ് മാനുവറിൽ അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിൽ നമ്മൾ കണ്ടുവരുന്ന കോമ്പൗണ്ട്സ്. എന്തൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ക്ലിയർലേ മക്കളെ? These nutrients are need to be added from time to time to enrich the soil. These are required to add time to time. ഓരോ ടൈം കൂടുമ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ ടൈം കൂടുന്തോറും ഇവ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോരോ ടൈം കൂടുന്തോറും ഇവരെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് പ്രോപ്പർ ആയിട്ട് ഗ്രോത്തും എൻറിച്ച്മെന്റും നടക്കൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സ്പ്രെഡിങ്ങിൽ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്. ദീസ് ന്യൂട്രിയൻസ് ആർ നീഡ് ടു ബി ആഡഡ് ടൈം ടു ടൈം അത് ആഡ് ചെയ്യണം. ടൈം ടു ടൈം ആഡ് ചെയ്യണം ടു ദ സോയിൽ. എന്നാൽ മാത്രമാണ് സോയിൽ പ്രോപ്പർ ആയിട്ട് എൻറിച്ച് ആയിട്ട് കിട്ടുള്ളൂ. ടൈം ടു ടൈം ആയിട്ട് ഇവ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കോൺസെപ്റ്റ് കിട്ടിയോ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ മക്കളെ? സോ സ്പ്രെഡിങ് മാനുവർ ഓർ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫീൽഡ്. സ്പ്രെഡിങ് എന്താണ്? മാനുവർ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഇൻ ദ ഫീൽഡ്. അവരെന്താ കണ്ടന്റ് ചെയ്യുന്നത്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്.
NPK. ഓർമ്മയില്ലേ? നൈട്രജൻ, പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫറസ്. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്. These nutrients need to be added time to time. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? എന്നാൽ മാത്രം എൻറിച്ച്മെന്റ് കിട്ടും. ഇനി ഗ്രോയിങ് ലെഗ്യൂമിനസ് പ്ലാന്റ്. എന്താണ് മക്കൾ ഈ ഗ്രോയിങ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവോ എന്തായിരിക്കും ലെഗ്യൂമിനസ് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ട് വാ. That can fix atmosphere nitrogen with the help of rhizobium bacteria. നമ്മൾ ഒട്ടുമേ പഠിച്ച റൈസോബിയം ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ സോയിൽ നൈട്രജനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മക്കളെ അത്. സോ growing leguminous plant എന്ന് പറയുമ്പോൾ എന്താണ്? That can fix atmospheric nitrogen. That can fix what? Atmospheric nitrogen with the help of rhizobium bacteria. That can fix എന്താണ്? Atmospheric nitrogen with the help of rhizobium bacteria. That can fix what? Atmospheric nitrogen എങ്ങനെ ഫിക്സ് ചെയ്യാം? That can fix atmospheric nitrogen with the help of rhizobium bacteria. Atmospheric nitrogen rhizobium bacteria ഉപയോഗിച്ചിട്ട് അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പൊ അതായത് നമ്മുടെ റൈസോബിയം ബാക്ടീരിയ ഇല്ലേ, അവർക്ക് എന്ത് പറ്റും? നൈട്രജൻ ഫിക്സിംഗ് കപ്പാസിറ്റി ഇല്ലേ, ഫിക്സ് ചെയ്യാൻ പറ്റില്ലേ? പക്ഷേയോ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് നൊഡ്യൂൾസില് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കും. അപ്പൊ ആരൊക്കെയാണ് ഈ ലെഗ്യൂമിനസ് പ്ലാന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ലെഗ്യൂമിനസ് പ്ലാന്റ് ആരൊക്കെയാണ്? ലെഗ്യൂമിനസ് പ്ലാന്റ് നമുക്ക് പറയാം. പ്ലാന്റ് ആരൊക്കെയാണ്? പി ഉണ്ട്, പി, ബി, ഇങ്ങനെയുള്ള ആളുകളാണ് ലെഗ്യൂമിനസ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് പറയാം. കണ്ടോ ഇവരുടെ പിക്ചേഴ്സ് നമ്മൾ കണ്ടോ? ഇവരൊക്കെയാണ് ആര് മക്കളെ? ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ഇവരൊക്കെയാണ് എന്ത്? ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇവരൊക്കെ ആരാണ്? ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ആണ്. ഇവരൊക്കെ എന്താണ്? ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സെറ്റ് അല്ലേ? കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. സോ ഹൗ ആർ ന്യൂട്രിയൻസ് റിപ്ലനിഷ്ഡ് എന്ന് ചോദിച്ചാൽ സ്പ്രെഡിംഗ് മാനുവർ ഓർ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫീൽഡ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവൽസ് contain plant nutrients such as nitrogen, potassium, phosphorus. These nutrients need to be added from time to time to enrich the soil. Should be added time to time to enrich the soil. Soil enrich ചെയ്യാൻ വേണ്ടി ഇത് time to time ആയിട്ട് ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? Okay. Growing leguminous plant that can fix atmospheric nitrogen with the help of rhizobium bacteria. With the help of rhizobium bacteria ഉപയോഗിച്ചിട്ട് നമുക്ക് atmospheric nitrogen ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇത്രയും കോൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നോക്ക്, ഹൗ ന്യൂട്രിയൻസ് ആർ റിപ്രസെന്റ്. അടുത്ത നമുക്ക് പഠിക്കാൻ എന്താണ്? മിക്സഡ് ക്രോപ്പിംഗ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ് മക്കളെ? മിക്സഡ് ക്രോപ്പിംഗ്. മിക്സഡ് ക്രോപ്പിംഗ് എന്നൊരു മെത്തേഡാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. എന്തൊക്കെയാന്ന് നോക്കാം. മിക്സഡ് ക്രോപ്പിംഗ് നോക്ക്. ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഇൻവോൾവ്സ് പ്ലാന്റിംഗ് 2 or more plants in simultaneously in same field. അതായത് ഒരു സെയിം ഫീൽഡില് 2 or more plants at a ടൈമില് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുക എന്താണ് മക്കളെ? മിക്സഡ് ക്രോപ്പിംഗ് മെത്തേഡ് എന്നല്ലേ വിളിക്കുക. ക്ലിയർ ആയോ? അതായത് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഇൻവോൾവ്സ് പ്ലാന്റിംഗ് 2 or more plants simultaneously. ഒന്നിച്ച് ഒരേ ടൈമിൽ തന്നെ, ഒരേ സീസണിൽ തന്നെ പല എന്താ പറയാ ക്രോപ്സിൽ നമ്മൾ ഒരു സെയിം ലാൻഡ് തന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? മിക്സഡ് ക്രോപ്പിംഗ് എന്നല്ലേ പറയാ. ഇതുകൊണ്ട് സോയിലിലെ ന്യൂട്രിയൻസ് വാല്യൂ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നിലനിൽക്കും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. സോ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഇൻവോൾവ്സ് ഇൻ പ്ലാന്റിംഗ് 2 or more, അതായത് 2 or അതിലും മോർ എന്താണ് ഒരു സെയിം ഫീൽഡ് തന്നെ. ഇവിടെ റൈസ്, ഇവിടെ വീറ്റ്, അല്ലെങ്കിൽ വീറ്റ് പറ്റില്ല, അല്ലെങ്കിൽ എന്താ പറയാ ടൊമാറ്റോ, ഇവിടെ പൊട്ടറ്റോ, ഇവിടെ വേറെ എന്തെങ്കിലും ഷുഗർ കെയിൻ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്രോപ്പിൽ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? ലാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ പറയാം മിക്സഡ് ക്രോപ്പിംഗ് എന്ന്. കോൺസെപ്റ്റ് വെയിറ്റ് ചെയ്യാം മിക്സഡ് ക്രോപ്പിംഗിന്റെ. ഇറ്റ്സ് ഓക്കെ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു. മിക്സഡ് ക്രോപ്പിംഗ് ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ക്രോപ്പ് റൊട്ടേഷൻ. എന്താണ് മക്കളെ ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ള കാര്യം?
എന്തായിരിക്കും ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ? സിമ്പിളായി ഒന്ന് പറ, എന്തായിരിക്കും ക്രോപ്പ് റൊട്ടേഷൻ? The growing of different crops the growing of different crops in the succession of one piece of land to avoid exhaustion of the soil nutrients and to control weeds, pests and diseases. മനസ്സിലായോ? The growing of different crops in succession of on a piece of land to avoid exhaustion of soil nutrients and to control weeds, pests and diseases. അതായത് growing of different crops in succession of a piece of land. ഒരു piece of landല് ഡിഫറെന്റ് ക്രോപ്സ് ഇൻ സക്സഷൻ ഓൺ എ പീസ് ഓഫ് ലാൻഡ്. അതായത് ഓരോരോ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് അവിടെ വേറെ വേറെ ക്രോപ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അതായത് ഇന്ന് ഈ സീസണിൽ വേറെ ക്രോപ്പാണ്, അടുത്ത സീസണിൽ വേറെ ക്രോപ്പ് ആയിരിക്കും. അതിങ്ങനെ സിമിലർ ആയിട്ട് ഇങ്ങനെ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ലാൻഡിനെ പെർഫെക്റ്റ് ആയിട്ട് ലാൻഡ് ഓൺ ആക്കി വെക്കുക എന്ന് പറയില്ല നമ്മള്. ആ ലാൻഡിനെ ഒരു ഫ്രീ പീരീഡ് കൊടുക്കാതെ അതിനെ എല്ലപ്പോഴും ഇതാക്കിയാൽ അതിന് സോയിലിന്റെ ന്യൂട്രിയൻസ് വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്ത് നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. സിമ്പിൾ ആണ്, അതിനെ കുറിച്ചേ ഉള്ളൂ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. അത്രയും ഭയങ്കര ഭീകരമായുള്ള സംഭവം ഒന്നുമില്ല അവിടെ. ക്ലിയർല്ലേ മക്കളെ? അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ. സോ growing of different crops in succession on a piece of land to avoid exhaustion of the soil nutrients and to control weeds, pests and diseases. Concept clear alle makkale? Okay alle? Growing of different crops in succession on a piece of land to avoid exhaustion of the soil nutrients and to control weeds, pests and diseases. കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? മിക്സഡ് ക്രോപ്പിംഗും ക്രോപ്പ് റൊട്ടേഷനും ക്ലിയർ അല്ലേ? നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ ഒന്നും കൂടി സാർ എക്സ്പ്ലെയിൻ ചെയ്തരാം. നോ ഇഷ്യൂസ്. സോ ക്രോപ്പ് റൊട്ടേഷന്റെ കേസിൽ നോക്കി നോക്ക്. റൂട്ട്സിന്റെ കേസിലാണെങ്കിൽ റൂട്ട്സ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ്, അലിയംസ്, അത് നമ്മുടെ ഉള്ളി, നമ്മൾ സവോള എന്നൊക്കെ പറയില്ലേ, അത്, ബീട്രൂട്ട്, ക്യാരറ്റ്, സെർലിയാക്ക്, സെർലി, ഫ്ലോറൻസ്, ഫെന്നല്, പാരസൽ, പാർഷിപ്പ് ആൻഡ് അതർ റൂട്ട് ക്രോപ്സ് നമ്മൾ ഒരു പ്രാവശ്യം ഗ്രോ ചെയ്യുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത കുറച്ച് സീസൺ കഴിയുമ്പോൾ നമ്മൾ എന്താ പറയും, പൊട്ടറ്റോ ഫാമിലി, പൊട്ടാറ്റോ, ടൊമാറ്റോ, അവരെ നമ്മൾ ചൂസ് ചെയ്ത് അവിടെ ഗ്രോ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗ്യൂംസിനെ പ്ലാൻ ചെയ്യുന്നു. പീ, ബോട്ട് ബീൻസ്, ഫ്രഞ്ച് ബീൻസ്, റണ്ണർ ബീൻസ് ഒക്കെ നമ്മൾ അവിടെ ഗ്രോ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോൾ നമ്മൾ ബ്രാസിക്കാസ് ഫാമിലീസ്, ബ്രോസസ് സ്പ്രൗട്ട്സ്, കേബേജ്, ഗ്ലോറിഫ്ലവർ, കേല്, കോക്കൽ, റാബി, ഓണഡ് ഗ്രീൻസ്, റാഡിഷസ്, സ്വീഡൻ ടർബ്സ് ഇവയൊക്കെ ആഡ് ചെയ്യും. അങ്ങനെ ഓരോരോ റൊട്ടേഷനിൽ, ഓരോ സീസണിൽ ഓരോ റൊട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പുതിയ ക്രോപ്പിനെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അല്ലേ പുതിയ ക്രോപ്പിനെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കില്ലേ മക്കളെ? കോൺസെപ്റ്റ് പിടി കിട്ടിയോ? അതായത് നമ്മൾ ഒരു കണ്ടീഷനിൽ റൂട്ട് കൊടുക്കുന്നു. റൂട്ട് അതിൽ നമുക്ക് ആരെല്ലാം പഠിക്കേണ്ടത്? എലിയം, ബീട്രൂട്ട്, ക്യാരറ്റ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ. ഇനി അടുത്ത പൊട്ടറ്റോ ഫാമിലി നമുക്കിവിടെ ടൊമാറ്റോ, പൊട്ടറ്റോ ഇവരൊക്കെ നമുക്ക് ആഡ് ചെയ്തൂടെ? ക്ലിയർ അല്ലേ മക്കളെ? ഇവരൊക്കെ നമുക്ക് ആഡ് ചെയ്തൂടെ? സെറ്റ് അല്ലേ? ഇനി നോക്ക് ലെഗ്യൂംസ് കേസ് ആണെങ്കിൽ പീ, ബോട്ട് ബീൻസ്, ഫ്രഞ്ച് ബീൻസ്, റണ്ണർ ബീൻസ്. പീ, ബോട്ട് ബീൻസ്, ഫ്രഞ്ച് ബീൻസ്, റണ്ണർ ബീൻസ് ഇവരെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇംപ്രൂവ് ആക്കാൻ പറ്റും. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിവിടെ ലെഗ്യൂംസ് ആഡ്. ലെഗ്യൂംസ് ആരൊക്കെയാണ് വരുന്നത്? പീസ് ഉണ്ട്, ബീൻസ് ഉണ്ട്, റണ്ണർ ബീൻസ്, ഫ്രഞ്ച് ബീൻസ് ഒക്കെ ഉണ്ട്. ഫ്രഞ്ച് ബീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രാസിക്ക ഫാമിലീസ്, അതായത് നമുക്ക് ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റാഡിഷ് അതിലെ വിടും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ റാഡിഷും വിടും. റാഡിഷ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡീൽ ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ അല്ലേ ക്രോപ്പ് റൊട്ടേഷനും മിക്സഡ് ക്രോപ്പിംഗ് ഒക്കെ? സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്ക് ഹൗ ന്യൂട്രിയൻസ് റെപ്ലിക്കേഷൻ സോയിൽ. അടുത്ത നമുക്ക് പറയുന്നുണ്ട് ഫീഡ് ഫാലോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ 8ലേക്ക് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ആണ്. ഇനി നോക്ക് ലീവിങ് ഫാലോ ലാൻഡ് അല്ലെങ്കിൽ ഫീൽഡ് ഫാലോ നമുക്ക് പറയാം. ഇത് എത്രാമത്തെയാണ്? നമുക്ക് 5ാമതായിട്ട് നമുക്ക് എന്തുണ്ട് മക്കളെ? ഫീൽഡ് ഫാലോ ഉണ്ട്. നമുക്ക് എന്തുണ്ട്? ഫീൽഡ് ഫാലോ ഉണ്ട്. നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഫീൽഡ് ഫാലോ. കോൺസെപ്റ്റ് ശ്രദ്ധിച്ചോ? നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഫീൽഡ് ഫാലോ ഉണ്ട്.
So leaving the field uncultivated for a specific period to avoid exhaustion of the soil nutrients. എന്താണ് leaving the field uncultivated for a specific period, leaving the field uncultivated for a specific period, ഒരു specific period of time uncultivated ചെയ്യുക, leaving the field uncultivated for a specific period of time to avoid exhaustion of land nutrients, soil nutrients exhaustion ഉണ്ടാവുന്നത്. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇവിടെ ഇപ്പോൾ റൈസ് ഒന്നും കൾട്ടിവേറ്റ് ചെയ്ത് ആഫ്റ്റർ കുറെ ടൈം കഴിഞ്ഞിട്ട് ആ ലാൻഡ് അങ്ങനെ തന്നെ ലാൻഡ് ഫ്രീ ആക്കി വെക്കുക, പ്ലോയിങ് ഒക്കെ ചെയ്തിട്ട് ആ ലാൻഡ് അങ്ങനെ തന്നെ കുറെ കാലത്തേക്ക് അങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ എന്താണ് സോയിലിന്റെ ന്യൂട്രിയൻസ് എൻറിച്ച്മെന്റ് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പൊ എന്താണ് ലീവിങ് ദ ലാൻഡ് ഫോർ എ ലോങ് ടൈം, ലീവിങ് ദ ലാൻഡ് അൺകൾട്ടിവേറ്റഡ് ഫോർ ലോങ് ടൈം, കുറെ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ അൺകൾട്ടിവേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യേണ്ട അവിടെ വെക്കുന്നുണ്ട്. എന്തിനാണ്? ടു അവോയ്ഡ് എക്സോഷൻ ഓഫ് ന്യൂട്രിയൻസ്, അതായത് ന്യൂട്രിയൻസിന്റെ എക്സോഷൻ ഉണ്ടാവാതിരിക്കാൻ, ന്യൂട്രിയൻസ് എക്സോഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവ ചെയ്യുന്നത്. ന്യൂട്രിയൻ എക്സോഷൻ തടയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ന്യൂട്രിയന്റെ എന്താ പറയുക, ടു അവോയ്ഡ് എക്സോഷൻ, ന്യൂട്രിയൻസിന്റെ എക്സോഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കോൺസെപ്റ്റ് എവിടെ കിട്ടിയോ? അപ്പൊ അങ്ങനെ വെക്കുന്നോറും, ലാൻഡ് വെക്കുന്നോറും എന്താ സോയിലിന് ഏരിയേഷൻ ഉണ്ടാവും, പ്രോപ്പർ ഏരിയേഷൻ, സോയിലില് ഏരിയേഷൻ കിട്ടും. ഏരിയേഷൻ കിട്ടില്ലേ സോയിലില്? അതേപോലെ മൈക്രോ ഓർഗാനിസം വളരും, മൈക്രോ ഓർഗാനിസം കൂടുതലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ നല്ല കുറെ മൈക്രോ ഓർഗാനിസം, അതായത് എർത്ത് വോംസ് ഒക്കെ ഉണ്ടാവും. എർത്ത് വോംസിന്റെ ഒക്കെ അളവ് ഇൻക്രീസ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സോയിൽ ഇനി പുതിയൊരു ഈൽഡ് ഒരു കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ നല്ല ഈൽഡായിട്ട് നല്ല പ്രൊഡക്ട്സ് നമുക്ക് അവിടെ അവൈലബിൾ ആവില്ലേ മക്കളെ? കോൺസെപ്റ്റ് പിടികിട്ടിയോ? കത്തിയോ? സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ കോൺസെപ്റ്റ്? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നമുക്ക് ആറാമതായിട്ട് നമുക്ക് നോക്കാം മേക്കിംഗ് കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും മക്കൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക? ശ്രദ്ധിച്ചോ, എങ്ങനെയായിരിക്കും നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക? ശ്രദ്ധിക്കുക. Compost is an organic matter that has been decomposed in a process called composting. അതായത് നമ്മുടെ വീടുകളിലെ കുറെ പച്ചക്കറി വേസ്റ്റുകളും അങ്ങനെയുള്ള വേസ്റ്റുകളും ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഒരു ബിന്നിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ച് വെക്കണം. ആഫ്റ്റർ എ ലോങ് ടൈം അവിടെ എന്താ പറയുക, അതൊക്കെ ഒരു മാനുവർ കണ്ടീഷൻ ആയിട്ട് അതിൽ നമുക്ക് വളം, ഒരു ഫെർട്ടിലൈസർ, മാനുവർ പോലെ നമുക്ക് അവൈലബിൾ ആവും. അത് നമ്മുടെ സോയിലും അല്ലെങ്കിൽ പ്ലാന്റ്സിലൊക്കെ ഇട്ടാൽ അതിന് നല്ല നല്ല ഗ്രോത്തും എൻറിച്ച്മെന്റും കാര്യങ്ങളൊക്കെ വരും. സോ കമ്പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും? ഡീകമ്പോസിങ് ചെയ്യും. ഒരു ബിന്നിലേക്ക് ആക്കിയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, ഡീകമ്പോസ് ചെയ്തിട്ട് ആ ബിന്ന് നമ്മൾ അവിടെ എന്താ പറയാ, ഇതൊക്കെ മിക്സ് ചെയ്ത് കുറെ ടൈം കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മാനുവർ പോലെ കിട്ടും. അത് നമ്മൾ എന്താ പറയും? കമ്പോസ്റ്റിംഗ് എന്ന് പറയും. നമ്മൾ എന്താ പറയാ? കമ്പോസ്റ്റിംഗ്. നമ്മൾ അതിനെ കമ്പോസ്റ്റിംഗ് എന്നാണ് പറയാ. ദിസ് പ്രോസസ് റീസൈക്കിൾസ് various organic materials otherwise regarded as waste products and produced as a soil conditioner. ഒരു സോയിൽ കണ്ടീഷണർ പോലെ സോയിലിന് നല്ല കുളിർമയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആളുകളാണ് എന്ത്? ഈ കമ്പോസ്റ്റിങ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസത്തിനൊക്കെ വളരാനും അതിന് നല്ല ഊർജം കിട്ടാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കോൺസെപ്റ്റ് കിട്ടിയ മക്കളെ? ഈസി അല്ലേ കോൺസെപ്റ്റ്? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സഡ് കമ്പോസിംഗ് ചെയ്യുന്നത്. അപ്പൊ മിക്സഡ് കമ്പോസ്റ്റിംഗിലൂടെ നമുക്ക് എന്തൊക്കെ സാധ്യമാവും? ഒന്ന്, അവിടെ പ്ലാന്റ്സിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിന് നല്ല ശക്തി കിട്ടും, നല്ല വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം സോയിൽ അത്രയും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പ്രൊവൈഡ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. മനസ്സിലായോ മക്കളെ? അപ്പം പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇനി വരുന്ന അടുത്ത ജനറേഷൻ അങ്ങനെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ ആ സോയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സോയിൽ കിട്ടും. ഒരു നല്ല കുളിർമ, ഒരു എയർ സർക്കുലേഷനും നല്ല വീണ്ടുള്ള മോയിസ്റ്റ് കണ്ടീഷനും ഒക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് പ്രൊവൈഡ് ആവും. ശ്രദ്ധിച്ചോ? ദ കമ്പോസ്റ്റ് ഈസ് ഓർഗാനിക് മാറ്റർ ഇൻ ദാറ്റ് ഹാസ് ബീൻ ഡികമ്പോസ്ഡ് ഇൻ എ പ്രോസസ് കോൾഡ് കമ്പോസ്റ്റിംഗ്. കമ്പോസ്റ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ
This process recycles various organic matter. ഇങ്ങനെ റീസൈക്കിൾ ചെയ്യുക, ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് പോലെ കൺവേർട്ട് ആക്കിയിട്ട് റീസൈക്കിൾ ചെയ്യുന്ന പരിപാടി. Otherwise regraded as waste products and produces a soil conditioner. അപ്പോൾ അത് വേസ്റ്റ് ആയിട്ട് സോയിൽ ഇങ്ങനെ മാറുന്നേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്താൽ സോയിൽ നല്ല കണ്ടീഷനിങ് നല്ല രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് സോയിലിന്റെ ന്യൂട്രിയൻസിനെ റിപ്ലനിഷ് ചെയ്ത് ഈ സോയിലിനെ നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ്സ്. ഓക്കെ അല്ലേ മക്കളെ? Hello students, so we are at the end of this chapter. Okay, so let's discuss a summary of this chapter. So few important topics we have completely covered. We have all done with the chapter, is it? So now we are just dealing with the summary of this chapter. What are the things that you need to keep in your mind and important concepts? Okay, let's see the summary from this chapter. So number 1, all organisms need food for utilize to get energy അല്ലേ, and for growth and maintenance of the body. അപ്പൊ ഗ്രോത്തിനും മെയിൻ്റനൻസിനും പ്രോപ്പർ ആയിട്ടുള്ള എന്ത് വേണം? ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വേണം അല്ലേ? ഫുഡും ന്യൂട്രീഷനും കിട്ടാതെ അവർക്ക് മൂവ്മെന്റോ അല്ലെങ്കിൽ ബോഡി എന്താ പറയാ ഗ്രോത്ത് നടക്കുമോ? ന്യൂട്രീഷൻ അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. സോ ന്യൂട്രീഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. Next one, green plants synthesize food for themselves by process of photosynthesis. They are autotrophs. By photosynthesis എന്ന പ്രോസസ്സിലൂടെയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രോസസ് നമ്മൾ എന്താ പറയാ? ഫോട്ടോസിന്തസിസ്. ആ പ്രോസസ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. Plants like Cuscuta, next ആണ്, plants like Cuscuta are parasites. They take food from the host plant. ഒരു host plant അവർ ഫുഡ് എടുക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Now see, plants use simple chemical substance like carbon dioxide, water and minerals for the synthesis of food. അപ്പൊ ഫുഡിന്റെ സിന്തസിസിൽ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ് ഒക്കെ എടുത്തിട്ടാണ് ഫുഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അവര് യൂട്ടിലൈസ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. Now see, chlorophyll. അടുത്ത് നോക്ക്. Chlorophyll, water, carbon dioxide and sunlight are the essential requirements of photosynthesis. എന്തൊക്കെയാണ്? Chlorophyll, water, carbon dioxide and sunlight are the essential requirement for photosynthesis. Clear le concept? Okay le? Now see, the complex chemical substance such as carbohydrates are the products of photosynthesis. Complex chemical substance such as carbohydrates are the products of photosynthesis. Are the products of photosynthesis. Okay le? Now see, solar energy is absorbed by chlorophylls present in leaves and plants. അപ്പോൾ സോളാർ എനർജി ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ആരാണ്? ക്ലോറോഫിൽ ആണ്. എവിടെയുള്ള ലീവ്സിലുള്ള ക്ലോറോഫിലും അതിന്റെ പിഗ്മെന്റ്സും കാര്യങ്ങളാണ് അവരെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. കോൺസെപ്റ്റ് ഇവിടെ കിട്ടിയ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. ഓക്സിജൻ ആണ് ഫോട്ടോസിന്തസിന്റെ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്സിജൻ റിലീസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ് യൂട്ടിലൈസ്ഡ് ബൈ ലിവിംഗ് ഓർഗാനിസം ഫോർ സർവൈവൽ. അപ്പോൾ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ലിവിംഗ് ഓർഗാനിസം, നമ്മളെപ്പോലെ ലിവിംഗ് ഓർഗാനിസം ഫോട്ടോസിന്തസിസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓക്സിജൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? Many fungi derive nutrition from dead and decaying and they are saprotrophs. Saprotrophs ആണ്, നമുക്കറിയാം. ക്ലിയർ ആണ്? So a few plants and animals are depend on others and their nutrition is called heterotrophic nutrition and they are known as heterotrophs. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. I hope you are thorough with this chapter. So study well. Okay, that's it about this chapter. Nutrition in plants is completed. That's it. Thank you.